പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. അതെ, ഇമോഷൻ. ഇത് ആദ്യാവസാനം ശ്രദ്ധിക്കാം. പലരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. പല പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഇത് തന്നെയാണ്. സ്വയം നമുക്ക് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെന്താണ് നല്ല ഫലവത്തായ മാർഗം? ഓക്കെ, റെഡിയല്ലേ? തുടങ്ങാം. ഇമോഷൻ എന്താണെന്ന് ആദ്യം അറിയുക. ഇമോഷൻ എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ തന്നെയാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഇമോഷൻസ് ഒരുപാട് കൊണ്ടു നടക്കുന്നവരാണ് മനുഷ്യൻ എന്ന ജീവി. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിക്കാനും ഇമോഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാശത്തിനും ഉപയോഗിക്കാം, ഉയർച്ചയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മനുഷ്യന്റെ അധോഗതിക്കും പുരോഗതിക്കും കാരണം ഈ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പലപ്പോഴും പുതിയ തലമുറ മാത്രമല്ല, പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പഴയ തലമുറയിലുള്ള ആൾക്കാർക്കും ഈ ഇമോഷൻ ബാലൻസ് ആണ് കിട്ടാത്തത്. ഏതെങ്കിലും ദേഷ്യമുണ്ടാകാവുന്ന സന്ദർഭം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. ന്യായമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഇടപെട്ടു പോകും, നമ്മളെ പെടുത്തുന്നു, അല്ല നിങ്ങളെ കുറ്റം ആരോപിക്കുന്നു, തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം വരും. ഇനിയും സങ്കടം വരുന്ന വേളയിൽ സങ്കടം വരണം, ദുഃഖം വരണം. ദുഃഖം വന്നില്ല എന്തോ നമുക്ക് കുഴപ്പമുണ്ടെന്നുള്ളതാണ്. ഇനിയും നല്ല ഡീപ്പായിട്ട് ദുഃഖം വരുന്ന ഒരു മരണം പോലെ ഉണ്ടാകും, നമ്മൾ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടന്നാലോ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള. അല്ലെങ്കിൽ സന്തോഷം വരുന്ന സന്ദർഭത്തിൽ അത് സന്ദർഭത്തിനനുസരിച്ച് സന്തോഷിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള. അല്ലെങ്കിൽ ചില പലപ്പോഴും ഉത്കണ്ഠാകുലമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. സന്തോഷം അനുഭവിക്കേണ്ട പല നിമിഷങ്ങൾ പോലും മറ്റേ ബഹുഭൂരിപക്ഷം 95% ആൾക്കാരും ഈ പറയുന്ന വികാരങ്ങളോടൊക്കെ പ്രതികരിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇരിക്കുന്നുവെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഇമോഷൻസ് നോർമലാണ് ഒരു ആരോഗ്യകരമായ മനസ്സുള്ള വ്യക്തിയാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ MIND, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇൻ നോർമൽ ഡയറക്ഷൻ ആണല്ലോ മൈൻഡ്. ഈ മൈൻഡിൽ ഏതെങ്കിലും ഇമോഷൻ കൂടി നിൽക്കുകയോ കുറഞ്ഞിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അത് സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് മൈൻഡ് ഔട്ട് എന്ന് പറയുന്നത്. അവർ ഇമോഷണലി പുറത്തുപോയി, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ബോർഡർ ലൈനിലാണ് നമ്മുടെ പോക്കല്ല. ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരണം, അല്പം കഴിയുമ്പോൾ അത് നോർമലാണ്. സങ്കടം വരുന്ന അവസരം സങ്കടത്തിൽ താഴേക്ക് പോകാം, അതിന്റെ ഇന്റൻസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാലോ നോർമൽ ആകണം. ഇനി ചിലർക്ക് ദേഷ്യം ഹൈ പിച്ചിലങ്ങ് പോകും, താഴേക്ക് വരുന്നില്ല, അത് മൈൻഡ് ഔട്ടാണ്, ബോർഡർ ലൈനിൽ ഔട്ടായി. സങ്കടം വരുമ്പം താഴേക്ക് പോകുന്നു, തിരികെ കയറി വരുന്നില്ല, ആ ലോകത്ത് തന്നെ കഴിഞ്ഞ് വിഷാദത്തിലേക്ക് പോകുന്നു, ആത്മഹത്യയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള വിഷയമൊക്കെ എന്താ മൈൻഡ് ഔട്ടാണ്, അത് ബോർഡറിലേക്ക് തിരികെ എത്തുന്നില്ല. അപ്പൊ ഇങ്ങനെ ബോർഡർ ലൈൻ കഴിഞ്ഞ് ഹൈറ്റിലോട്ടോ താഴോട്ടോ പോയിട്ട് തിരിച്ചു വരുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള മാനസികാവസ്ഥയെ പറയുന്ന പേരാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, BPD എന്ന് പറയും. BPD ഇത് കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പം വരുന്ന ന്യൂജൻ കുട്ടികൾക്കൊക്കെ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഒരുപാട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് പലപ്പോഴും നമ്മുടെ സെന്ററിൽ വരുമ്പോൾ അതിനുള്ള കൺട്രോളിങ് മെഷേഴ്സ് ഒക്കെ കൺസൾട്ടേഷൻ അത് കൊടുക്കാറുള്ളൂ. അപ്പം നമ്മൾ സ്വയം ചെക്ക് ചെയ്യാം. നമ്മൾ ഇത് കണക്കുള്ള സന്ദർഭങ്ങളിൽ ഇമോഷൻസ് അധികരിച്ച് വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും സപ്രഷൻ ഇങ്ങനെ പല കാര്യത്തിലും കൊടുത്ത് അത് ഈ ആൾക്കാരോടൊന്നും പറയുന്നുണ്ടാവില്ല. നിങ്ങൾ പല വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി പിന്നീട് അത് എക്സ്പ്രഷനിലേക്ക് എത്തുന്നു. ആ എക്സ്പ്രഷനിലേക്ക് വരുമ്പം കയ്യിലിരിക്കുന്നത് എന്തോ അത് വലിച്ചെറിയാം, അറ്റാക്ക് ചെയ്യാം. ഇതൊക്കെ ഇമോഷൻ കൺട്രോൾ കിട്ടാത്ത കാര്യങ്ങളാണ്. പ്രകടമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ്, പ്രകടിപ്പിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഇമോഷൻ ഇൻബാലൻസ് ഉള്ളവർക്ക് അതിനൊന്ന് ബാലൻസ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഞാൻ എന്താ ഇമോഷണലി അല്ലെങ്കിൽ മൈൻഡ് ഔട്ടുള്ള വ്യക്തിയാണ് ചില കാര്യത്തിൽ, അത് അവനവൻ തിരിച്ചറിയുക. ചിലർക്ക് അവനവൻ തിരിച്ചറിയാമെങ്കിലും സമ്മതിക്കില്ല. മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും പറയും അത് എന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പം കൊണ്ടാകും. അത് സ്വയം തിരിച്ചറിയാം. നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്നിട്ടോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചില ആറ്റിറ്റ്യൂഡ്സ് ആ വ്യക്തികൾ അല്ല നമ്മൾ അങ്ങനെ ഇമോഷൻ കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മനോഭാവത്തെ മാറ്റുക എന്നുള്ളതാണ്. നിലവിലുള്ള മനോഭാവത്തെ മാറ്റാൻ റെഗുലറായ രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു ദിവസം കുറച്ചെങ്കിലുമൊക്കെ ഇന്നലത്തെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ ഇന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങുക. ഒന്ന്, മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങളെ നോക്കാതിരിക്കുക. പലരുടെ ഇമോഷൻ വിട്ടുപോകുന്നറിയാം, അവരെന്നെ പറ്റി ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്, അല്ല ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. ഇങ്ങനെയുള്ള ചിന്ത ആദ്യം വെടിയുക.
അവർ ആ സമയത്ത് മറ്റെന്തോ ചിന്തിച്ചോണ്ടോ പറഞ്ഞുകൊണ്ടോ ഇരിക്കുകയായിരിക്കും. ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. നിങ്ങൾ അവരെ പറ്റി അവരുടെ കണ്ണിലൂടെ നിങ്ങളെ വിലയിരുത്താൻ പോകരുത്. ഇതൊക്കെ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നു, ഇമോഷൻ കൺട്രോൾ. മറ്റൊന്ന്, ചിലരുടെ പ്രശ്നം പലരുടെയും വാക്കുകളാണ്. നിരന്തരമായ രീതിയിൽ ഉപദേശങ്ങൾ, മറുത്തൊന്നും പറയാനും പറ്റുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ ഇവർക്ക് തരും. ഓക്കെ, ഉപദേശങ്ങളൊക്കെ നല്ലതാണ്, ഒന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഉള്ളിലൊന്ന് ഓർക്കണം, എന്ത്, ഈ വിഷയത്തിൽ എന്നെ ഉപദേശിക്കാനുള്ള യോഗ്യത അവർക്കുണ്ടോ? ഏത് പ്രായത്തിലുള്ളവരാണ്? ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ ഇപ്പം തിരുത്തുന്ന കാര്യത്തിൽ യാതൊരു യോഗ്യത ഇല്ലാത്തവരായിരിക്കും നിങ്ങളെ തിരുത്തുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ ആ വേലിക്ക് പുറത്ത്, മതിൽക്കെട്ടിന് പുറത്ത് നിർത്തുക മനസ്സുകൊണ്ട്. ഇതില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ഇമോഷൻ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത്. നമ്മൾ ഗ്രാജുവലി ആ തലത്തിലോട്ട് എത്തുന്നു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അതാണെങ്കിൽ, മൂന്നാമത്തത്, ഈ പറയുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ശുഭകരമല്ലാത്ത, ദേഷ്യം വരുന്ന ഏതെങ്കിലും പ്രവൃത്തി നിങ്ങളിലേക്ക് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ചൊരിയുന്നു, കംപ്ലൈന്റ് ചെയ്യുന്നെങ്കിൽ ഉടനെ മനസ്സുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതൊരു ഗിഫ്റ്റായിട്ട് കാണുക. അവർ തരുന്നൊരു ഗിഫ്റ്റാണ്. ഒരാളൊരു ഗിഫ്റ്റ് തരുന്നു, നമ്മളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി പോവല്ലേ, അല്ല ഒരു വഴി കളയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കുകളോ പെരുമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി ബാലൻസ് തെറ്റണ്ട. ഉടനെ മനസ്സിൽ പറയണം, ഞാൻ അത് സ്വീകരിക്കുന്നില്ല, ആ സമ്മാനം അത് തിരികെ നിങ്ങളിലേക്ക് തന്നെ എത്തട്ടെ. അത് ഉള്ളിലേക്ക് എടുക്കുന്നില്ല, അത് തിരിച്ച് വന്നിടത്തോട്ട് തന്നെ പോകോളും. ഇത് ക്ഷമയോടുകൂടി അകത്ത് 1-2 പ്രാവശ്യം അങ്ങ് പറയുക. ഇതില്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ കയ്യിൽ നിന്ന് പോകും എന്നുള്ളതാണ്. വേറെ ആരും അറിയേണ്ട ആവശ്യമില്ല. ഇതൊരു ഇന്നർ എഞ്ചിനീയറിംഗ് ആണ്, അകത്ത് നടത്തേണ്ട ഒരു സാങ്കേതിക വിദ്യയാണ്, പരിജ്ഞാനമാണ്. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ, അവസരം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾ എക്സ്ട്രാവർട്ടുകളാകുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഉത്കണ്ഠ, ഈ പറയുന്ന ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ഇല്ലാത്തവരെല്ലാം ഒരു ഇൻവേർട്ടഡ് തലത്തിലേക്ക്, അതെ, ഒരു ഇൻട്രാവർട്ടായിട്ട് അങ്ങ് കഴിയുന്ന ഒരു സ്വഭാവമുണ്ട് 80% ആൾക്കാരുടെ മുഖത്ത് പോകത്തില്ല, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരുടെ പോകാറില്ല, ഇടപെടാറില്ല, തന്നിലേക്ക് തന്നെ ഒരു ഇൻട്രാവർട്ടായിട്ട് ഒതുങ്ങിപ്പോകും. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കഴിവതും ബോധപൂർവ്വം എക്സ്ട്രാവർട്ട് ആകാൻ ശ്രമിക്കുക. അവസരം കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ മറന്നേക്ക് പുറത്തോട്ട് ഇറങ്ങുക, സൊസൈറ്റിയിലോട്ട് ഇറങ്ങുക. നമ്മൾ പലപ്പോഴും മാറ്റിവെച്ച കാര്യങ്ങൾ കയറി ചെയ്യുക. പല സന്ദർഭങ്ങളിലും ഇന്ന സ്ഥലത്തോട്ട് പോകാൻ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ വേണ്ട, പിന്നാട്ടെ, അവരുടെ മുഖത്ത് നോക്കി, അല്ല അയാളെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെയുള്ള ചിന്ത മനസ്സ് പറഞ്ഞാൽ ശരി, എന്നാൽ പോയിട്ട് തന്നെ കാര്യം നോക്കട്ടെ. നമ്മുടെ ശത്രു പുറത്തല്ല, അകത്തായിരിക്കുക. അതിനെ, ആ കംഫർട്ട് സോണിനെ ക്രോസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാവർട്ട് ആകുക. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് മുതൽ അത് ആദ്യം റിയലൈസ് ചെയ്ത് കുറേശ്ശെ 1-2 കാര്യങ്ങളൊക്കെ വെച്ച് ഓരോ ദിവസവും പ്രാക്ടിക്കലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക, നമ്മൾ ഇൻപുട്ട് കൊടുത്തത് മാത്രമേ ഔട്ട്പുട്ടായിട്ട് വരികയുള്ളൂ. അല്ല, ലോകത്തിൽ വേറെ ഒരു മരുന്നുമില്ല. നിങ്ങൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ ഒരു വിഷയത്തിൽ, അത് തന്നെയാണ് ഔട്ട്കമായി, ഇൻപുട്ട് മാത്രമേ ഔട്ട്കമായിട്ട് പുറത്ത് വരികയുള്ളൂ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. ഇങ്ങനെ സ്വയം നമ്മൾ ഒരു സെൽഫ് പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള ഇമോഷൻ ഇംബാലൻസ് ആയിട്ടുള്ളവർക്ക് അതിനെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.